പാഴാക്കല്ലേ പ്രിയ കൂട്ടരേ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഏവർക്കും ഞങ്ങളുടെ മേരി ക്രിസ്മസ്. കൊച്ചു കൂട്ടുകാരെ, നിങ്ങളെല്ലാം ക്രിസ്മസിനായി നല്ലവണ്ണം ഒരുങ്ങിയോ? എങ്ങനെയാ നിങ്ങൾ ക്രിസ്മസിനായി ഒരുങ്ങിയത്? കൂട്ടുകാരെ, നിങ്ങൾ നോയമ്പെടുത്തോ? ആഗിനസ് നോയമ്പെടുത്തോ? ഞാൻ ഇറച്ചിയും മീനും കഴിക്കാതെ നോയമ്പെടുത്തു. റിസ നോയമ്പെടുത്തോ? ഞാൻ ചോക്ലേറ്റ് കഴിക്കാതെ നോയമ്പെടുത്തു. എങ്കിൽ നമുക്ക് ഒട്ടും വൈകാതെ അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ കൂട്ടുകാരെ? ഇന്ന് പുള്ളിമാൻ നമ്മോട് എന്ത് കഥയായിരിക്കും പറയാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ആദ്യം തന്നെ ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ നേരുന്നു. എല്ലാവരും ക്രിസ്തുമസ് ഒക്കെ ആഘോഷിച്ചോ? ഇന്ന് നമുക്ക് യേശുവിന്റെ ജനനത്തെ പറ്റി കേട്ടാലോ? ഗലീലയിലെ നസ്രത്ത് എന്ന ഗ്രാമത്ത് ജോസഫും മറിയവും താമസിച്ചിരുന്നു. കന്യകയായ മറിയം ദൈവത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു. എന്നും മറിയം ദൈവത്തോട് തനിയെ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഒരിക്കൽ മറിയം തനിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗബ്രിയേൽ മാലാഖ മാതാവിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു. ഗബ്രിയേൽ മാലാഖ എന്താ പറഞ്ഞത്? നീ ഗർഭം ധരിച്ച് ഒരു ശിശുവിനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. മാതാവ് എന്ത് ചെയ്തു? ദൈവത്തിന്റെ കൽപ്പനയായതിനാൽ മാതാവ് അത് ഹൃദയപൂർവ്വം സ്വീകരിച്ചു. ഇതുപോലെ തന്നെ ജോസഫും നിദ്രയിലായിരുന്നപ്പോൾ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിന്റെ പദ്ധതി ജോസഫിനെയും അറിയിച്ചു. എന്നിട്ട് ജോസഫ് എന്താ ചെയ്തത്? ഇരുവരും ദൈവത്തിന്റെ കൽപ്പന സ്വീകരിച്ചു. അങ്ങനെ യേശു ജനിക്കുന്ന സമയമായപ്പോൾ റോമൻ സാമ്രാജ്യത്തിൽ ഒരു സെൻസസ് എടുക്കണമെന്ന് അവിടുത്തെ രാജാവായ അഗസ്റ്റസ് സീസർ പറഞ്ഞു. ഈ കൽപ്പന അനുസരിച്ച് എല്ലാവരും തങ്ങളുടെ നാടുകളിലേക്ക് പോയി അവിടെ രജിസ്റ്ററിൽ പേരെഴുതി ചേർക്കണമെന്ന് രാജാവ് കൽപ്പിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചേ? ഇതനുസരിച്ച് ദാവീദ് വംശജനായ ജോസഫ് ഗർഭിണിയായ മറിയത്തെയും കൂട്ടി ബെത്ലഹേമിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിക്ക് മറിയത്തിന് പ്രസവ വേദന അനുഭവപ്പെട്ടു. പാവം മറിയം. അവർ പോകുന്ന വഴിയിലെ എല്ലാ വീടുകളിലും വാതിലുകളിൽ മുട്ടി തങ്ങൾക്ക് ഇന്ന് താമസിക്കുന്നതിനായി ഒരിടം തരുമോ എന്ന് എല്ലാവരോടും യാചിച്ചു. പക്ഷെ ആരും വാതിൽ തുറക്കുവാൻ തയ്യാറായില്ല. അവസാനം ജോസഫിന്റെ കണ്ണിൽ ഒരു കാലിത്തൊഴുത്ത് ശ്രദ്ധയിൽപ്പെട്ടു. കാലിത്തൊഴുത്ത്? ജോസഫ് മറിയത്തെയും കൂട്ടി കാലിത്തൊഴുത്തിലേക്ക് ചെന്നു. ആ കാലിത്തൊഴുത്തിൽ വെച്ച് മറിയം യേശുവിന് ജന്മം നൽകി. അങ്ങനെ രക്ഷകനായി ഈ ഭൂമിയിലേക്ക് വന്ന യേശു ഈ ഭൂമിയിൽ ജനിച്ചു. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ആർക്കെങ്കിലും പറയാവോ? എല്ലാ സഹനങ്ങൾക്കൊടുവിൽ സന്തോഷകരമായ ഒരു കാര്യമുണ്ടാവും. യേശു എങ്ങനെയാണ് ഭൂമിയിലേക്ക് വന്നതെന്ന് മനസ്സിലായോ? മനുഷ്യനായി ജനിച്ച ദൈവപുത്രനാണ് ഈശോ. അതെ കൂട്ടുകാരെ, നമ്മളെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനായി ദൈവം അയച്ച ദൈവപുത്രനാണ് ഈശോ. കൂട്ടുകാരെ, പുള്ളിമാന്റെ കഥയിലൂടെ ഉണ്ണീശോയുടെ ജനനം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എങ്കിൽ നമുക്ക് കളിമുറ്റത്തിൽ എന്താണ് ഇനി വരുന്നതെന്ന് നോക്കിയാലോ? ശരിയാ, എങ്കിൽ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? Twinkling lights shining bright, snowflakes in the air. Friends and family gather round, laughter everywhere. Cookies bake, bells awake, the tree is looking fine. Let's all sing and dance tonight, it's Christmas party time. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey, jingle bells, Christmas time is here. Happy fun for everyone, let's spread some joyful cheer. Reindeer run, having fun, Santa's on his way, bringing gifts and lots of love for a magical holiday. Candy canes, snowy lanes, let's play and sing along. Hold your hands and clap your feet, join the Christmas song. കൂട്ടുകാരെ, ക്രിസ്മസ് ആൽബം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ?
ഈ ആഴ്ച ഉണ്ണീശോയുടെ പിറന്നാളിനായി എങ്ങനെ ഒരുങ്ങണ്ടേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കൂട്ടുകാരെ. ഡിസംബർ 23 ഉണ്ണീശോയ്ക്കുള്ള സമ്മാനം മീറ. സുഹൃതം റംഷായിൽ പങ്കെടുക്കുക. പ്രാർത്ഥന കരുണക്കൊന്ത. നിയോഗം ഡ്രൈവർമാർക്ക്. ഡിസംബർ 24 ഉണ്ണീശോയ്ക്കുള്ള സമ്മാനം പൊന്ന്. സുഹൃതം കരോളിന് പോവുക. പ്രാർത്ഥന ജപമാല ചൊല്ലുക. നിയോഗം ഇതര മതസ്ഥർക്ക്. ഡിസംബർ 25 ഉണ്ണീശോയ്ക്കുള്ള സമ്മാനം പുൽക്കൂട്. ചെയ്യേണ്ട സുഹൃതം ഉണ്ണിക്കൊരു ഉമ്മ കൊടുക്കുക. പ്രാർത്ഥന 100 പ്രാവശ്യം സുഹൃതജപം ചൊല്ലുക. നിയോഗം അനാഥരായ കുട്ടികൾക്ക്. കൂട്ടുകാരെ, ഉണ്ണീശോയുടെ പിറന്നാളിനായി എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലായില്ലേ? എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് അന്നമോളുടെ അടുത്തോട്ടൊന്ന് പോയിട്ട് വന്നാലോ? അതെ, അന്നമോളുടെ ഇന്നത്തെ സംശയം എന്താണെന്നറിയാൻ എനിക്ക് കൊതി വരുന്നു. അപ്പൊ കൂട്ടുകാരെ, അന്നമോളുടെയും കാവൽ മലാഖയുടെയും അടുത്തോട്ട് പോയിട്ട് വരാം. മലാഖേ. ഹായ് അന്നമോളെ. ഹായ് മലാഖേ. ഹാപ്പി ക്രിസ്മസ് അന്നമോളെ. ഹാപ്പി ക്രിസ്മസ് മലാഖേ. അന്നമോൾ ഇന്ന് ആകെ സുന്ദരിയായിട്ടുണ്ടല്ലോ. പപ്പ പുതിയ ഉടുപ്പൊക്കെ വാങ്ങി തന്നോ ക്രിസ്മസിന്? വാങ്ങി തന്നു മലാഖേ. ആഹാ, എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്റെ അന്നമോളോട്. അതിനെന്താ, മലാഖ ചോദിച്ചോ. എന്റെ അന്നമോൾ ക്രിസ്മസിനായി ഒരുങ്ങിയായിരുന്നോ? നന്നായിട്ട് ഒരുങ്ങിയായിരുന്നു മലാഖേ. എന്നാ എന്റെ അന്നമോൾ എങ്ങനെയാ ക്രിസ്മസിനായി ഒരുങ്ങിയത്? നന്നായി പ്രാർത്ഥിച്ച്. പിന്നെന്താ അന്നമോൾ ചെയ്തേ? എന്നും പള്ളിയിൽ പോയി കുർബാനയ്ക്ക് കൂടി. അത്രേ ചെയ്തോളൂ അന്നമോള്? അല്ലെന്നേ. ആഹാ, വേറെന്താ അന്നമോൾ ചെയ്തത്? ഇഷ്ടമുള്ള ചോക്ലേറ്റും ഇറച്ചിയൊന്നും കഴിച്ചുമില്ല മലാഖേ ഞാൻ. അപ്പൊ എന്റെ അന്നമോൾ മിടുമിടുക്കിയാണല്ലോ. എല്ലാവരും എന്റെ അന്നമോളെ കണ്ട് പഠിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു മലാഖേ. എന്തോന്ന് വേണ്ടാന്ന്? എല്ലാ കുട്ടികളും മാതൃകയാക്കേണ്ട നല്ല കാര്യമല്ലേ എന്റെ അന്നമോൾ ചെയ്തത്? അതൊക്കെ ശരിയാണ്. എന്നാലും ഒരെന്നാലുമില്ല. തൽക്കാലം അന്നമോളുടെ ഈ കാവൽമാലാക്ക പറയുന്നത് അന്നമോൾ കേട്ടാ മതി. തീർച്ചയായും മലാഖേ. അതെന്തായാലും കൊള്ളാം. എന്റെ അന്നമോള് കലക്കി. സൂപ്പർ ആയിട്ടുണ്ട് അന്നമോളെ. അതൊക്കെ പോട്ടെ, വേറെ എന്നാ ഉണ്ട് വിശേഷങ്ങൾ? മലാഖി അത് ചോദിച്ചപ്പോളാ ഞാനൊരു കാര്യം ഓർത്തത്. അതെന്ത് കാര്യമാ അന്നമോളെ? അന്നമോൾ വല്ല സ്വപ്നവും കണ്ടോ? ആഹാ, ആട്ടെ, എന്ത് സ്വപ്നമാ എന്റെ അന്നമോൾ കണ്ടത്? അത് വലിയൊരു കഥ പോലെയുള്ള സ്വപ്നമാ. എന്നാ അതൊന്ന് പറഞ്ഞേ. ഞാനൊരു ഓർഫനേജിൽ വളരുന്ന കുട്ടിയാണേ. എന്നിട്ട്? ധൃതി വെക്കല്ലേ മലാഖേ, ഞാൻ പറയാട്ടോ. ഓക്കെ, അന്നമോളത് വേഗം പറയണേ. എനിക്കത് അറിയാൻ തിടുക്കമാകുക, അതാട്ടോ.
അന്നമോൾ മുമ്പ് പറഞ്ഞത് കറക്റ്റാ. വലിയൊരു സ്വപ്നമാ എന്റെ അന്നമോൾ കണ്ടത്. അന്നമോൾ കണ്ട ആ സ്വപ്നത്തിൽ ഒരു മെസ്സേജ് ഉണ്ട്. അതെന്താണെന്ന് അന്നമോൾക്ക് പറയാൻ കഴിയുമോ? നമ്മൾക്ക് സങ്കടം വന്നാൽ ഉണ്ണീശോ നമ്മളെ സഹായിക്കാൻ വരും. നമ്മളുടെ സങ്കടങ്ങളെല്ലാം ഉണ്ണീശോട് പറയണം. ശരിയാ എന്റെ അന്നമോൾ പറഞ്ഞത്. നിങ്ങൾ കുട്ടികൾക്ക് എന്ത് സങ്കടം വന്നാലും അത് നിങ്ങൾ ഉണ്ണീശോട് തീർച്ചയായും പറയണം. അപ്പൊ ഉണ്ണീശോ അതെല്ലാം മാറ്റിത്തരും. കേട്ടോ അന്നമോളെ? അതിന് കാരണം എന്താണെന്ന് അന്നമോൾക്ക് അറിയാവോ? ഇല്ല മാലാക്കേ. അത്രയ്ക്ക് ഇഷ്ടമാ ഉണ്ണീശോയ്ക്ക് കുട്ടികളെ. എന്നാലേ എന്റെ അന്നമോൾ വേഗം വീട്ടിലേക്ക് പൊയ്ക്കോ. എന്നിട്ട് ഇനി എന്നും ഉണ്ണീശോയോട് കൂട്ടുകൂടി നടക്കാൻ നോക്കണം. അപ്പൊ ഉണ്ണീശോ എന്റെ അന്നമോൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തരും. ശരി മാലാക്കേ. ബൈ അന്നമോളെ. ബൈ മാലാക്കേ. ഈ അന്നമോളുടെ ഒരു കാര്യമേ, അതെ ശരിക്കും അന്നമോള് കുസൃതി കുടുക്കിയ അല്ലേ കൂട്ടുകാരെ? ഇനി നമുക്കൊരു ക്രിസ്മസ് ഗീതികൾ ആസ്വദിച്ചാലോ?
ഇന്ന് ക്രിസ്മസ് ഗീതികൾ ആലപിക്കുന്നത് ഏത് ഇടവകയിലെ കുട്ടികളാണ്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? സ്വർഗം തുറന്നു, സ്വപ്നം വിടർന്നു, സ്വർഗീയ മഹിമകൾ വെടിഞ്ഞു. സ്വർഗം തുറന്നു, സ്വപ്നം വിടർന്നു, സ്വർഗീയ മഹിമകൾ വെടിഞ്ഞു. സ്വർഗീയനാഥൻ പൂജാതനായി, സ്വർഗീയ ദൂതൻ താരാട്ടുപാടി, സ്വരരാഗ സംഗീത ധ്വനിയായി ലയമായി പിന്നിൽ മണ്ണിൽ. സ്വർഗം തുറന്നു, സ്വപ്നം വിടർന്നു, സ്വർഗീയ മഹിമകൾ വെടിഞ്ഞു. സന്തോഷ ചിത്തരായോടി കൂടി. സ്വർഗീയ ഗാനം ആട്ടിടയർ കേട്ടു, സന്തോഷ ചിത്തരായോടി കൂടി. സ്വർഗീയ ദൂതൻ അവരോട് ചൊല്ലി, സ്വർഗീയ രാജൻ പൂജാതനായി നിങ്ങൾക്കായി ബേത്ലഹേം പുരിയിൽ ഈശോ മിശിഹാനാഥൻ. സ്വർഗം തുറന്നു, സ്വപ്നം വിടർന്നു, സ്വർഗീയ മഹിമകൾ വെടിഞ്ഞു. പിറന്നു താരാട്ടിൻ ഈണം കേൾക്കുന്നു വിണ്ണിൽ, ദേവാദിദേവനേശു പിറന്നു. സ്വർലോകരാജൻ പൂജാതനായി, സായുജ്യമായി ഭൂഗോത്സവമായി, സുവിശേഷ സന്ദേശപ്രദമായി വചസായി മിശിഹാനാഥൻ. താരാട്ടിൻ കേൾക്കുന്നു വിണ്ണിൽ, ദേവാദിദേവനേശു പിറന്നു. എങ്കിൽ ഈ ആഴ്ച ജന്മദിനം ആഘോഷിക്കുന്ന കൊച്ചു കൂട്ടുകാരെ നമുക്കൊന്ന് വിഷ് ചെയ്താലോ? ഹായ്, ഉണ്ണീശോയുടെ പെരുന്നാളിന്റെ അന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു കൊച്ചുമിടുക്കനുണ്ടല്ലോ. ഐലിൻ മരിയാനോയ്ക്ക് ഞങ്ങളുടെ വക പെരുന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ഐലിൻ. ഐലിൻ, മെനി മെനി ഹാപ്പി റിട്ടേൺ ഓഫ് ദ ഡേ. എങ്കിൽ നമുക്ക് കളിമുറ്റത്തിൽ എന്താണ് ഇനി വരുന്നതെന്ന് നോക്കിയാലോ? ശരിയാ, എങ്കിൽ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ക്രിസ്മസ് ഒക്കെ അടുത്തത് കൊണ്ട് ഞാൻ നിങ്ങൾക്കായി ഉണ്ണീശോയുടെ ഒരു കൊച്ചു കഥ പറഞ്ഞു തരട്ടെ. 2000 വർഷങ്ങൾക്ക് മുൻപ് നസറത്ത് എന്ന ഒരു കൊച്ചു പട്ടണത്തിൽ ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു. അവളുടെ പേരാണ് മേരി. അവൾ കൃഷിക്കാരായ മാതാപിതാക്കളെ സഹായിച്ച് പ്രാർത്ഥനയിലും ഭക്തിയോടുമാണ് അവൾ വളർന്നു വന്നത്. അവൾക്ക് വിവാഹപ്രായമായി. നല്ലവനായ
ജോസഫ് എന്ന ആളുമായി അവൾ ഈ വിവാഹം നിശ്ചയിച്ചു. ജോസഫ് ഒരു മരപ്പണിക്കാരനായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി മേരി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. മേരി അത്ഭുതത്തോടെ ചോദിച്ചു, നീ ആരാണ്? മാലാഖ പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാനാണ് ഗബ്രിയേൽ മാലാഖ. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന്റെ പേര് യേശു എന്ന് ഇടണം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, എന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. മേരി അനുഗ്രഹിച്ച് മാലാഖ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ജോസഫിനും മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഈശോയുടെ ജനനത്തിനെ കുറിച്ച് പറഞ്ഞു. ജോസഫിന്റെയും മേരിയുടെയും വിവാഹം കഴിഞ്ഞു. ആ കാലത്ത് സീസർ ചക്രവർത്തി കൽപ്പിച്ചു, എല്ലാ ജനങ്ങളും വന്ന് പേരെഴുതി ചേർക്കണം. ജോസഫും മേരിയും പേരെഴുതി ചേർക്കാനായി ബെത്ലഹേമിലേക്ക് പുറപ്പെട്ടു. മറിയം പൂർണ്ണ ഗർഭിണിയാണ്. പണ്ട് യാത്ര ചെയ്യാൻ ഇന്നത്തെ പോലെ വാഹനമൊന്നുമില്ലല്ലോ. മറിയത്തെ കഴുതപ്പുറത്തിരുത്തി ജോസഫ് യാത്ര തുടങ്ങി. ബെത്ലഹേം കുറേ ദൂരെയാണ്. ഒരുപാട് ദിവസം യാത്ര ചെയ്ത് ഒരു സന്ധ്യാനേരം അവർ ബെത്ലഹേമിലേക്ക് എത്തി. ക്ഷീണിച്ചു വന്ന ജോസഫും മേരിയും വിശ്രമിക്കാൻ ഒരു സ്ഥലം അന്വേഷിച്ചു. എല്ലായിടത്തും ആളുകളായതുകൊണ്ട് അവർക്ക് വിശ്രമിക്കാൻ സ്ഥലം കിട്ടിയില്ല. ജോസഫ് ഒടുവിൽ ഒരു സ്ഥലം കണ്ടെത്തി. ഒരു കാലത്തൊഴുത്തായിരുന്നു അത്. ജോസഫ് കച്ചുകൊണ്ട് ഒരു സ്ഥലം ഒരുക്കി. ആ രാത്രി ഉണ്ണീശോ ജനിച്ചു. ഉണ്ണീശോയുടെ ജനം ആദ്യം അറിഞ്ഞത് ആട്ടിടയന്മാരായിരുന്നു. ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടാണ് ഉണ്ണീശോയുടെ ജനനം അവർ അറിഞ്ഞത്. അവർ വളരെ സന്തോഷത്തോടെ ഉണ്ണീശോയെ കാണാനായി പോയി. അപ്പോൾ കിഴക്ക് ഒരു വെള്ളി നക്ഷത്രം ഉദിച്ചു. നക്ഷത്രം കണ്ട് 3 ഞാനുകളും പുൽക്കൂട്ടിലേക്ക് എത്തി. ഉണ്ണീശോ ജനിച്ച ദിവസമാണ് നാം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. മേരി ക്രിസ്മസ്. ക്രിസ്മസ് കാലം ഒരു അടിച്ചുപൊളിയുടെ കാലമല്ലേ കൂട്ടുകാർക്കല്ല? എങ്കിൽ നല്ലൊരു ഫ്യൂഷൻ പെർഫോമൻസുമായി 2 സഹോദരങ്ങൾ എത്തിയിട്ടുണ്ട്. നദാൻ ടോമും ബെഞ്ചമിൻ ടോമും. അവരെന്തായിരിക്കും ആലപിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? സൂപ്പർ ആയിരുന്നല്ലേ നഥാന്റെയും ബെഞ്ചമിന്റെയും പെർഫോമൻസ്? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ? വിശേഷം പറഞ്ഞിരുന്ന സമയം പോയത് അറിഞ്ഞില്ല ആഗ്നസ്. ഏതൊരു ആഘോഷത്തിനും മധുരം അത്യാവശ്യമാണ് അല്ലേ കൂട്ടുകാരെ? അങ്ങനെയാണെങ്കിൽ ക്രിസ്മസിന്റെ കാര്യം പറയുകയും വേണ്ട. കേക്ക് ഇല്ലാതെ എന്താഘോഷം? കേക്ക് വരട്ടെ. ഹായ്, കേക്ക് വന്നല്ലോ. ഞങ്ങളും കേക്ക് കട്ട് ചെയ്ത് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. നമുക്ക് കളിമുറ്റത്തിൽ എന്താണ് ഇനി വരുന്നതെന്ന് നോക്കിയാലോ? ശരിയാ, എങ്കിൽ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ?
ക്രിസ്മസ് ആഘോഷിക്കാൻ നാം എല്ലാവരും കാത്തിരിക്കുവാണല്ലോ. എന്താണ് ക്രിസ്മസ്? അതെ, ലോകരക്ഷകനായ ഉണ്ണീശോ പറഞ്ഞതിൻ്റെ ഓർമ്മ ദിനം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിലെ ഒരു പുൽക്കുട്ടി ജോസഫിൻ്റെ മറിയത്തിൻ്റെ മകനായി ഉണ്ണീശോ പറഞ്ഞ പുണ്യദിനം. എല്ലാ വർഷവും ഡിസംബർ 25-ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഉണ്ണീശോവിനെപ്പോലെ അനുസരണമുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് വല്ല പുത്തൻ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ഒരു പുതുവർഷം കൂടി വരുക. കളിമുറ്റത്തിൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അത്യുന്നതമായ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. മുൻകൂട്ടി പാർന്ന ഉണ്ണീശോയുടെ നന്മ നമുക്ക് ക്രിസ്മസിനായി ഒരുങ്ങാം. കളിമുറ്റത്തിലെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിതാവായ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പുത്രനായ ഈശോ. ഉണ്ണീശോ നമ്മുടെ ആരാണ്? നമ്മുടെ കൂട്ടുകാര്. നമ്മൾക്കറിയാം കൂടെ കരയുന്ന, നമ്മൾ ചിരിക്കുമ്പോ കൂടെ ചലിക്കുന്ന, എപ്പോഴും എന്താണ് കൂട്ടുകാരാണ് ഞങ്ങളുടെ ഉണ്ണീശോ. കള്ളം പറയില്ല, മറ്റൊരു ഹാപ്പി ക്രിസ്മസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ക്രിസ്മസിന് നമുക്കൊരു തീരുമാനം എടുക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി നന്മയ്ക്കുള്ള വഴികാട്ടി വന്ന് ഒരു നക്ഷത്രമായി മാറുമെന്ന്. ക്രിസ്മസ് നമ്മെ വലിയൊരു പാഠം പഠിപ്പിക്കുന്നു. എളിമയുള്ളവരായി ഇരിക്കുക. കളിമുറ്റത്തിന്റെ എന്റെ കൂട്ടുകാർക്ക് സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണീശോയെ വരവേൽക്കുവാൻ മണ്ണിലും മിന്നിലും നക്ഷത്ര ദീപങ്ങൾ നീതോർക്കുന്നു. എല്ലാവരെയും സ്നേഹിച്ച് നന്മകൾ ചെയ്ത് നന്നായി പ്രാർത്ഥിച്ച് പുൽക്കൂട്ടിൽ ഉണ്ണീശോ എന്ന മതത്തിലേക്ക് വരവേൽക്കുക. ഹാപ്പി ക്രിസ്മസ്. സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ ഇതാ ഒരു ക്രിസ്മസ് വന്നിരിക്കുന്നു. ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ച ദൈവപുത്രനായ ഈശോയുടെ ജന്മദിനമാണ് നമ്മൾ ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത്. ഈശോ കാണിച്ചു തന്ന വരികൾ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും നന്മകൾ ചെയ്ത് നമുക്ക് മുന്നേറാം. കളിമുറ്റത്തെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്. ഒരിക്കൽ കൂടി ഏവർക്കും ഞങ്ങളുടെ മെറി ക്രിസ്മസ്.